എത്ര പേർക്കറിയാം നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിൻ്റെയും അതുപോലെ ബൈക്കിൻ്റെയും സ്പീഡ് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ വണ്ടിയുടെ ടയറാണെന്ന്? അതെ, നിങ്ങളുടെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഈ ടയറിൻ്റെ ഇവിടെ കാണുന്ന ഈ മാർക്ക് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ടയർ സൈസിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മാർക്കും അതോടുകൂടി ഒരു ഇംഗ്ലീഷ് ലെറ്ററും കാണും. ഈ ഒരു നമ്പറാണ് നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് നിശ്ചയിക്കുന്നത്. അതായത് നിങ്ങളുടെ വണ്ടിക്ക് എത്രത്തോളം സ്പീഡിൽ പോകാൻ പറ്റും, ആ ടയറിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം സ്പീഡ് താങ്ങും എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഈ ഒരു നമ്പറാണ്. ഇനി കാണുന്ന ചാർട്ട് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ഈ ടയർ ഒന്ന് മാച്ചാക്കി നോക്കൂ. ഈ ചാർട്ട് പ്രകാരം നിങ്ങളുടെ വണ്ടിയുടെ ടയർ സൈസിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന നമ്പർ ഒന്ന് മാച്ചാക്കി നോക്കൂ. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം സ്പീഡിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്പീഡ് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഉപയോഗിച്ച് പോകാൻ പറ്റുമെന്ന്. അതനുസരിച്ച് നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ടയർ പൊട്ടി നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് അനുഭവമുണ്ട്. അതായത് കൊച്ചിയിൽ നിന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് നിലമ്പൂർ വരുന്ന വഴിക്ക് ഓവർ സ്പീഡിലായിരുന്നു എൻ്റെ ടയർ പൊട്ടി. അതായത് കൊച്ചിൻ ലുലു മാളിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ടയർ പൊട്ടി. ഞാൻ എന്താ ഇത് സംഭവം എന്നറിയാതെ ഒരു ഇതും കണ്ടില്ല. അതായത് ഓവർ സ്പീഡായിരുന്നു, അത്യാവശ്യം ഓവർ സ്പീഡായിരുന്നു. പക്ഷേ എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു അറിവ് എനിക്ക് കൂടി കിട്ടിയപ്പോഴാണ് ഞാൻ അന്നത്തെ ആ സ്പീഡും ഈ ഒരു നമ്പർ മാച്ചാക്കി നോക്കിയത്. അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നൊരു എർട്ടിഗ ആയിരുന്നു. അപ്പോൾ ആ എർട്ടിഗയിൽ എത്രത്തോളം സ്പീഡ് കിട്ടാൻ പറ്റുമോ അത്രത്തോളം സ്പീഡിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അന്ന് എർട്ടിഗയിലുണ്ടായിരുന്ന ടയറിൻ്റെ ഈ സ്പീഡ് ലിമിറ്റും ഞാനന്ന് ഉപയോഗിച്ചിരുന്ന സ്പീഡും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അന്ന് ആ ടയർ പൊട്ടിയിട്ട് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഈ ഒരു അറിവ് എത്തിക്കുക. അപ്പം ഇത്തരത്തിൽ നമ്മൾ ചെറിയൊരു ശ്രദ്ധ ഉണ്ടായാൽ മതിയാവും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു നല്ല അറിവായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളും ഈ ഒരു ടയറിൻ്റെ സ്പീഡ് കപ്പാസിറ്റി നോക്കി വണ്ടി ഓടിക്കുക. അപ്പോൾ ശരി, താങ്ക് യു.